ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 713 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫെസ്യർ 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ദമ്പതികളായ 2 പേർ അവരുടെ വീട്ടിൽ തൂക്കുവാൻ മനോഹരമായ ഒരു ചിത്രം അന്വേഷിച്ച് കടയിൽ പരതുവാനായിട്ട് തുടങ്ങി. ഭർത്താവ് ഒരു മനോഹരമായ ചിത്രം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇതാണ് ഏറ്റവും യോജിച്ച ചിത്രം എന്ന് മനസ്സിൽ ചിന്തിച്ച് തൻ്റെ ഭാര്യയെ വിളിച്ച് കാണിച്ചു. ആ ചിത്രത്തിൻ്റെ വലതുവശത്ത്, അത് സെറാമിക്കിൽ തീർത്തതായ ഒരു ചിത്രമാണ്, അതിൻ്റെ വലതുവശത്ത് കൃപ എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടതുവശത്ത് നീളത്തിൽ 2 വിള്ളലുകൾ ഉണ്ട്. ഭാര്യ ഇത് കണ്ടിട്ട് ഇതൊരു തകർന്ന ചിത്രമല്ലേ, ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചിത്രം അന്വേഷിച്ച് അത് നോക്കുവാനായിട്ട് പോയി. അന്നേരം അയാൾ ഭാര്യയെ വിളിച്ചിട്ട്, ഇടി അങ്ങനെയല്ല, നമ്മൾ തകർന്നവരായിരുന്നു, ആ തകർച്ചയിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നു ചേർന്നു. ഇതാണ് ഈ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ ആ ചിത്രം തന്നെ വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു. കടയുടമ ഇത് കണ്ടപ്പോൾ ഇത് തകർന്ന ചിത്രമല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ അവർ അത് തന്നെ വാങ്ങി. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മിൽ പലരും അതിക്രമങ്ങളാലും പാപങ്ങളാലും തകർന്നു പോയവരാണ്. ഇങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും തകർന്നു പോയ ഒരു വ്യക്തിക്ക് തിരിച്ചു വരണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സഹായം ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ആ കൃപയെ പ്രാപിക്കുവാനായിട്ട് നാം ഒരുങ്ങുകയാണ് എങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ കുറവുള്ളവനാണ്, എന്നിൽ ഒത്തിരി പാപങ്ങളുണ്ട്, ഞാൻ ഒത്തിരി അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായ ഒരു സമ്മതത്തോടുകൂടി ദൈവത്തെ സമീപിക്കുവാനായിട്ട് തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുക തന്നെ ചെയ്യും. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ മഹാസ്നേഹം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിക്കും. ആ സ്നേഹത്തണലിലേക്ക് ചേക്കേറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.